കറുപ്പും കറുപ്പൊക്കെ എമ്പുരാൻ പൃഥ്വിരാജ് പ്രത്യേകം വിളിച്ചു പറഞ്ഞായിരുന്നു കറുപ്പിട്ടോണ്ടേ പോവുള്ളൂന്ന്. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഫസ്റ്റ് ഡേ ഒരു ഫിലിം കാണാൻ പോകുന്നത്. ഇറങ്ങിയ ഫസ്റ്റ് ഡേ. പൈസ പോയില്ലോ എന്ന് അറിയത്തില്ല. പറപ്പോ എന്താണ് താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ? ലൂസിഫർ വെച്ചിട്ടാണെങ്കിൽ അടിപൊളിയായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് പോയി കണ്ടതാ. തമിഴ്നാട് ബോർഡറില് ഫസ്റ്റ് ആണോ പോയി കണ്ടതാ. വലിയ ഒത്തിരി ഹൈപ്പ്, ഓവറായിട്ടുള്ള ഹൈപ്പ് ഉണ്ടായിരുന്നില്ല അന്ന്. അതെ, മച്ചാൻ ഇറങ്ങി ചോദിച്ചു എന്നെ പറ്റിയത്. ഒറ്റയ്ക്ക് മലയാളം പറഞ്ഞു. നമ്മളെ പുറത്തിറങ്ങിയിട്ട് അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ നമ്മുടെ തൊട്ട് അടുത്ത ഫ്ലാറ്റിലുള്ളത് ഒരു ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ സാധാരണ നമ്മൾ അവിടെ ഇങ്ങനെ ഒച്ചയ്ക്ക് മലയാളത്തിൽ സംസാരിക്കാറില്ലാത്തതായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ വേറെ ലാംഗ്വേജ് കേട്ട് കഴിഞ്ഞപ്പോ പുള്ളി ഓർത്ത് വേറെ എന്തോ പറ്റിയതാണെന്ന് വിചാരിച്ചുകൊണ്ട് പുള്ളി ഓടി ഇറങ്ങി വന്നു എന്നാ പറ്റിയെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് വേഗം പോകുന്നത്. അപ്പൊ നമുക്ക് എന്നാലും പോവാം. എനിക്ക് എന്തായാലും ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ ഞാനൊരു ഒരു ഈ ലെവലിലായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. ഞാൻ കുറച്ച് മുന്നേ പതി ഇങ്ങനെ എടുക്കരുത്, ഫോൺ എടുത്ത് തുറന്ന് നോക്കല്ലെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാ. പക്ഷെ ഞാൻ അറിയാണ്ട് കോക്കിന്റെ റിവ്യൂ എടുത്തിട്ട്, റിവ്യൂ ഞാൻ കേട്ടേ ഇല്ല, പക്ഷെ അതിനകത്തെ കമന്റ് അറിയാണ്ട് കുറച്ചൊന്ന് വായിച്ചു പോയി. അപ്പൊ ഇവിടെ നിന്നിരുന്നു ഞാൻ പതുക്കെ ഇറങ്ങി ഇങ്ങനെ വന്ന് ഇപ്പൊ ഈ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. അതിന്റെ ചെറിയൊരു വിഷമം എനിക്കുണ്ട്. അബദ്ധം പറ്റിപ്പോ നോക്കണ്ടായിരുന്നു. നിങ്ങൾ ഇനി കാണാൻ പോകുന്നതിന് മുമ്പ് ഒരു റിവ്യൂ എടുത്ത് നോക്കരുത് കേട്ടോ. ഒന്നും നോക്കരുത്, നിങ്ങളുടെ ഹൈപ്പ് മൊത്തം പോകും. ശരിക്കും ജാക്കറ്റൊക്കെ ഇട്ടാ പോകണ്ട. ബ്ലാക്ക് ലെതർ ജാക്കറ്റൊക്കെ ഇട്ട് പോകണം. ജാക്കറ്റും ഇല്ല, ഒന്നും ഇല്ലാണ്ട് ഇറങ്ങിയേക്കുന്നത്. ചെന്ന് കഴിയുമ്പോ മിക്കവാറും ഇപ്പൊ കുഴപ്പമില്ല, പക്ഷെ തിരിച്ചു വരുമ്പോ ചിലപ്പോ തണുത്തിട്ട് വരയ്ക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. 12 മിനിറ്റ് നടക്കാനും ഉണ്ട് പാർക്കിംഗിൽ നിന്ന് തിയേറ്ററിലേക്ക്. ലൂസിഫർ ഇറങ്ങിയിട്ട് എത്ര വർഷമായി? എന്റെ PG ഫൈനൽ ഇയർ കഴിഞ്ഞപ്പോഴാണ് ലൂസിഫർ ഇറങ്ങുന്നത്. ലൂസിഫർ ഇറങ്ങിയിട്ട് എത്ര വർഷമായി? 5 വർഷം. ഞങ്ങളെല്ലാരും കൂടെ ലാസ്റ്റ് കോളേജ് കഴിഞ്ഞ സമയത്ത് എല്ലാരും കൂടെ പോയിരുന്ന് കണ്ട സിനിമ എമ്പുരാനല്ല ലൂസിഫർ. ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണ്. പറഞ്ഞ പോലെ ഇന്ന് ഒരു വെള്ളിയാഴ്ച മൈൻഡാ. എനിക്കും അതെ. എനിക്ക് ഇന്നലെയൊക്കെ ഒരു വ്യാഴാഴ്ച ഫീൽ ആയിരുന്നു. ചിലപ്പോ പടത്തിന് പോകുന്നോണ്ടായിരിക്കേ എനിക്ക് വെള്ളിയാഴ്ച വീക്കെൻഡിന്റെ ഫീലാ കിട്ടുന്നത്. വീക്കെൻഡ് വൈകിട്ട് സിനിമയ്ക്ക് പോയിട്ട് പിറ്റേ ദിവസം കിടന്നുറങ്ങി ആ ഒരു ഫീലാ. പക്ഷെ നാളെ പണിക്ക് പോകണം, നാളെ ലീവ് എടുക്കാനും പറ്റില്ല. എന്നാലും നമ്മൾ പടമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും മിക്കവാറും ഒരു മണിയൊക്കെ ആവുമായിരിക്കും. പിന്നെ ഒരു സന്തോഷം, നാളെ കൂടെ പോയാൽ മതിയല്ലോ, നാളെ വെള്ളിയാഴ്ച ആണല്ലോ എന്നുള്ളൊരു. ശരിക്കും പറഞ്ഞാൽ ഈ ജീവിതം മൊത്തം വെള്ളിയാഴ്ചക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാന്ന് തോന്നുന്നത്. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴാണെങ്കിലും നമ്മൾ വെള്ളിയാഴ്ച വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കില്ലേ, അതുപോലെയാ. വെള്ളിയാഴ്ച ബാലരമ വരും, വെള്ളിയാഴ്ച സ്കൂൾ അടയ്ക്കും, ആ ഒരു സെറ്റപ്പില്ലേ, അതുപോലെ തന്നെ ഇപ്പോഴും വെള്ളിയാഴ്ച ആവാൻ വേണ്ടിയിട്ട് കാത്തിരിക്കും. അത് ഇവിടെ വന്നേ പിന്നെ കുറച്ച് കൂടുകയും ചെയ്തേ. നാട്ടിലാവുമ്പോ സാറ്റർഡേ വർക്കിംഗ് ഡേ ആയിരിക്കും. ആകെ സെക്കൻഡ് സാറ്റർഡേ മാത്രമേ ഇല്ലാത്തേ ഉള്ളൂ. സൺഡേ 1000 കാര്യങ്ങളുണ്ടാവും ഇവിടെ. പക്ഷെ സാറ്റർഡേ സൺഡേ എന്ന് പറഞ്ഞ ഫസ്റ്റ്. നമ്മള് വണ്ടിക്ക് പാർക്ക് ചെയ്തിട്ട് എത്തിയിട്ടോ. അവിടെയാണ് പോകേണ്ടത്. മോളിന്റെ അടുത്ത് അവിടെയാണ്, ഷോക്കേസിലാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കുന്നത്. അങ്ങോട്ട് പോകാം. സാധാരണ ഉണ്ടല്ലോ ഇവിടെ എപ്പോഴും നല്ല തിരക്കുള്ള സ്ഥലമാട്ടോ. പക്ഷെ ഇപ്പൊ 7:30 ആയിട്ടേ ഉള്ളൂ. പക്ഷെ അങ്ങനെ അധികം ആൾക്കാരൊന്നുമില്ല. നമ്മൾ എത്തിയിട്ടോ. സാധാരണ ഇവിടെ ഫുള്ള് എപ്പോഴും ആളും വെള്ളമൊക്കെ ഉണ്ടാവാറുള്ളതാണ്. അപ്പൊ അവിടെ ഇവിടെ മലയാളികളെ നമുക്ക് കാണാം. മലയാളികൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ എത്തിയിട്ടോ. ഞാനിവിടെ ഒരു പോസ്റ്റർ കാണാൻ വേണ്ടിയിട്ട് കുറേ കറങ്ങി, പക്ഷെ ഒരെണ്ണം പോലും കണ്ടു കിട്ടിയില്ല. ഇതാണ് നമ്മുടെ സ്ക്രീൻ. അപ്പോൾ നമുക്ക് സിനിമ കാണാൻ കയറാം. ഇങ്ങനത്തെ ഇവിടെ UK-ലൊക്കെ ഇങ്ങനെ ഈ മലയാള സിനിമ ഇറങ്ങുമ്പോൾ വന്നാൽ ആകെ ഉണ്ടാകുന്നൊരു ഗുണം എന്താണെന്നറിയാമോ? നമുക്ക് കുറച്ചും കൂടെ ആൾക്കാരൊക്കെ പരിചയപ്പെടാൻ കിട്ടും. ഞങ്ങളിവിടെ വന്നിട്ട് ഇത്രയും മലയാളീസ് ഇവിടെ ഉണ്ടെന്ന് ഇന്നാണ് കേട്ടോ ഫസ്റ്റ് ടൈം മനസ്സിലാക്കുന്നത്. ഇത്രയും ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം അധികം മലയാളികൾ ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട്
ഇവിടെ ഒത്തിരി പേരുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയത്തുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ കുറേ പേരെ പരിചയപ്പെടാൻ കിട്ടി. എന്തായാലും നമുക്ക് സിനിമ കാണാം. നമ്മൾ പടമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടോ. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ 10 ഡിഗ്രി ആയിരുന്നു. അപ്പോൾ ഫീൽ ലൈക്ക് -4 ആയിരുന്നു. അത് കാരണം കൊണ്ട് എങ്ങനെയും വീട്ടിൽ എത്തട്ടെ എന്നിട്ട് ബാക്കി സംസാരിക്കാന്ന് വിചാരിച്ചു. പടം കുഴപ്പമുണ്ടോന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, നല്ല പടമാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ നോക്കി കഴിയുമ്പോൾ നമ്മൾ എവിടെ എത്താണ്ട് വരുന്നൊരു ഫീൽ തോന്നില്ല. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. ഫസ്റ്റത്തെ ആയിട്ട് കണക്ട് ചെയ്യണം, അടുത്തതിനുള്ള ലിങ്കും കൊടുക്കണം, അങ്ങനെ കുറെ എന്തൊക്കെയോ പറഞ്ഞു വെച്ചപ്പോ എന്തൊക്കെയോ ആ ഒരു ഫ്ലോ അങ്ങ് പോയോ. ലൂസിഫർ കാണാൻ പോകുമ്പോ നമുക്ക് ആ ഒരു ഫ്ലോ ഇല്ലേ, നമുക്ക് ഒരു കണ്ടിരിക്കാൻ തോന്നില്ലേ. ഇത് പക്ഷെ എവിടേക്കോ ഇങ്ങനെ കണക്ട് അല്ലാണ്ട് പോകുന്നാലോ അങ്ങനെയൊക്കെ എനിക്ക് അങ്ങനെയൊക്കെ ആയിട്ടോ ഫീൽ ചെയ്ത്. പക്ഷെ പടം നല്ലതാണെന്ന് വെച്ചാൽ നല്ലതാണ്. തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന പടമാണ്. പക്ഷെ ലൂസിഫർ കണ്ട് ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇതിൽ നിന്ന് കിട്ടുന്നില്ല. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. തനിക്ക് എന്താ തോന്നിയത്? താൻ പറ, എനിക്ക് എന്താ തോന്നിയെന്ന്. അതന്നെ ഇപ്പൊ നമ്മള് ലൂസിഫർ കണ്ട് ഇറങ്ങി കഴിയുമ്പോഴൊരു രോമാഞ്ചിഫിക്കേഷൻ ഇതിലത്തില്ല. പുള്ളി കാര്യമായിട്ട് എന്തൊക്കെയോ പറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ അത് പ്രേക്ഷകരിലേക്ക് എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഐക്യലും നമ്മുടെ ഐക്യലും വ്യത്യാസമായതുകൊണ്ടായിരിക്കും. പക്ഷെ തിയേറ്റർ കണ്ടപ്പോഴാണ്. പക്ഷെ അവര് കുറെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും സമ്മതിച്ചേ പറ്റുള്ളൂ. എല്ലാ പാർട്ടിക്കാർക്കും കണക്കിന് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. എനിക്ക് എന്താ പക്ഷെ തോന്നിയെന്ന് അറിയട്ടോ, ഇത് ഇറങ്ങി കഴിഞ്ഞിട്ട് മറ്റേ നമ്മള് വർഷങ്ങൾക്ക് ശേഷം കാണാൻ പോയില്ലേ, ധ്യാൻ ശ്രീനിവാസിന്റെ തള്ളു മൊത്തം കേട്ടൊരു ഹൈപ്പ് കൊണ്ടുവച്ചിട്ട് പോയി വർഷങ്ങൾക്ക് ശേഷം കണ്ടത്. അത് ആ പടം മോശമായതുകൊണ്ടല്ല, പക്ഷെ നമ്മുടെ പ്രതീക്ഷ ഈ ഒരു ലെവലിൽ നിന്നിട്ട് ആ പടം കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു നിരാശ തോന്നില്ലേ. ഇത് അത്ര ഒന്നുമില്ല, പക്ഷെ എന്തൊക്കെയോ നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്തു, ആരെയൊക്കെയോ നമ്മൾ ആ ഫിലിമിൽ എക്സ്പെക്ട് ചെയ്തായിരുന്നു. അങ്ങനെയൊക്കെ പോയി ഒരുപാട് നമ്മളിങ്ങനെ പ്രതീക്ഷിച്ച് പോയി കഴിയുമ്പോഴാണ് ഈ പ്രശ്നം. അല്ലാതെ നമ്മൾ നോർമൽ ലൂസിഫറിന്റെ കാര്യവും വിട്ടു, ഈ പറഞ്ഞ ഹൈപ്പും കാര്യങ്ങളും എല്ലാം വിട്ട് നോർമൽ ഒരു പടം പോയി കാണുന്ന പോലെ കാണുവാണെങ്കിൽ നല്ല പടമാണ്, സൂപ്പർ പടമാണ്. പക്ഷെ ഇങ്ങനെ ഒരുപാട് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് പോയി കാണുമ്പോൾ ആ ഒരു ഹൈപ്പിലേക്ക് എത്തിയോ എന്നുള്ള കാര്യത്തിൽ മാത്രം ഒരു കൺഫ്യൂഷൻ, അത് മാത്രമുള്ള ഒരു കുഴപ്പം. ഞാനിപ്പോ നമുക്കൊരു നോർമൽ, എനിക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല കേട്ടോ. നോർമൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഒപ്പീനിയൻ ഇല്ല. ഞാൻ അങ്ങനെ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇതൊരു റിവ്യൂ ആയിട്ടൊന്നും ആരും കണക്ക് കൂട്ടൊന്നും വേണ്ട. എനിക്ക് ഇതിന്റെ ടെക്നിക്കൽ സൈഡോ എന്നെ കുറിച്ച് എക്സ്പെർട്ട് ആയിട്ട് പറയാനൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് ഇങ്ങനെയൊക്കെയാ ഫീൽ ചെയ്തത്. പക്ഷെ നെഗറ്റീവ് മീൻസ് മോശം പടാന്നൊന്നും അല്ല കേട്ടോ. നമുക്ക് തിയേറ്ററിൽ പോയി കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ തന്നെയാ. പക്ഷെ ആ ഹൈപ്പിന്റെ ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പൊ ശരി, സമയം ഏതാണ്ട് 12 മണിയായി. ഞങ്ങൾ പോയി കിടന്നുറങ്ങാൻ നോക്കട്ടെ. നാളെ രാവിലെ പണിക്ക് കൊണ്ടതാണ്. ശരി, ബൈ.